Good morning students, welcome to Political Science class 7. Today we are going to study the remaining part of the lesson Struggles for Equality. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തവാ മസ്ജിദ് സംഘിനെ കുറിച്ചായിരുന്നു പഠിച്ചത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ പഠിച്ചു, ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ടോപ്പിക്കുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിംഗ് ഡോക്യുമെന്റ്. ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തവാ മസ്ജിദ് സംഘിൻ്റെ ബാക്കി ഭാഗമൊന്ന് നോക്കാം. ഓക്കെ, The newly formed Tawa Masjid Sangh, അതായത് TMS, organized rallies and a Chakka Jam demanding their right to continue fishing for their livelihood. അതായത് പുതുതായി നമ്മൾ ഫോം ചെയ്ത ഈ ഓർഗനൈസേഷൻ, അതിൻ്റെ പേരെന്താണ്? തവാ മസ്ജിദ് സംഘ്. അപ്പോൾ ഇവർ ഒരുമിച്ച് കൂട്ടം കൂടി റാലിയൊക്കെ നടത്തുകയും അതുപോലെ തന്നെ റോഡൊക്കെ ബ്ലോക്ക് ചെയ്യുകയും അവരുടെ ഡിമാൻഡ്സ്, അതായത് റൈറ്റ്സൊക്കെ ആവശ്യപ്പെടാൻ തുടങ്ങി. ഓക്കെ, ഇൻ റെസ്പോൺസ് ടു ദെയർ പ്രൊട്ടക്ട്സ് ദ ഗവൺമെൻറ് ക്രിയേറ്റഡ് എ കമ്മിറ്റി ടു അസസ് ദ ഇഷ്യൂ. The committee recommended that fishing rights be granted to the villages for their livelihood. In 1996, the Madhya Pradesh government decided to give to the people displaced by the Tawa Dam the fishing rights for the reservoir. ഓക്കെ, അപ്പം അവരുടെ ഡിമാൻഡൊക്കെ റൈറ്റ് ചെയ്യാനായിട്ട് അവർ ആവശ്യപ്പെട്ടു. അവരുടെ ജീവിതമാർഗമെന്ന് പറയുന്നത് എന്താണ്? ഫിഷിംഗ് ആണ്. അതിനു വേണ്ടിയുള്ള അവകാശവും ലഭിക്കുന്നതിന് വേണ്ടി അവർ ഡിമാൻഡൊക്കെ ഉയർത്തുവാനായിട്ട് തുടങ്ങി. ഇങ്ങനെ പ്രശ്നമുണ്ടായപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഒരു കമ്മിറ്റിയെ നിയമിച്ചു. ഈ വില്ലേജേഴ്സിൻ്റെ ജീവിതമാർഗം ഫിഷിംഗ് ആണെന്നും മനസ്സിലാക്കി ഈ കമ്മിറ്റി ഗവൺമെൻറ്റിനോട് റെക്കമെൻഡ് ചെയ്തു, അല്ലേ? ഈ ഇവർക്കുള്ള റൈറ്റ്സ് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 1996 ഒരു ഡിസിഷൻ പാസ്സാക്കി. മധ്യപ്രദേശ് ഗവൺമെൻറ്റാണ് ഒരു ഡിസിഷൻ പാസ്സാക്കിയത്. അതായത് തവാ ഡാമിലുള്ള ഫിഷിങ് ഇവർക്ക് തന്നെ കൊടുക്കണമെന്ന്. അങ്ങനെ ഓൺ January 2, 1996, people from 33 villages of Tawa started the new year with the fish catch. അപ്പോൾ അങ്ങനെ 1997 അതായത് 5 വർഷത്തെ എഗ്രിമെൻറ്റിൽ വെച്ച് January 2 ഈ വില്ലേജിലുള്ള ആളുകൾ അത് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു ഓർഗനൈസേഷൻ വന്നതുകൊണ്ട് ഈ ഫിഷ് വർക്കേഴ്സിന് നല്ല ഏണിംഗ് ഒക്കെ ലഭിക്കുവാനായിട്ട് തുടങ്ങി. ഓക്കെ, വിത്ത് TMS ടേക്കിംഗ് ഓവർ ദ ഫിഷ് വർക്കേഴ്സ് were able to increase their earning substantially. This was because they set up the cooperative which would buy the catch from them at a fair price. The cooperative would then arrange to transport and sell this in markets where they would get a good price. They have now begun to earn 3 times more than they earned earlier. The TMS has also begun giving the fish workers loans for repair and the buying of new nets by managing to earn a higher wage as well as preserving the fish in the reservoir. The TMS has shown that when people's organizations get their rights to livelihood, they can be good managers. Okay, അപ്പോൾ ഇവിടുന്ന് അവർക്ക് കുറേശ്ശെ വർക്കൊക്കെ കിട്ടുവാനായിട്ട് തുടങ്ങി. അങ്ങനെ പൈസയൊക്കെ കുറേശ്ശെ ലഭിക്കുവാനായിട്ട് തുടങ്ങി. ഇവിടുന്ന് അവർ കോപ്പറേറ്റീവ് വാങ്ങി മാർക്കറ്റിൽ കൊണ്ടുവന്ന് ഈ മീനൊക്കെ വിൽക്കും. ആദ്യം ഏൺ ചെയ്യുന്നതിൻ്റെ 3 ഇരട്ടിയാണ് ഇപ്പം ഇവിടെ ഏൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ TMS എന്ന ഓർഗനൈസേഷൻ ലോണൊക്കെ കൊടുക്കുവാനായിട്ട് തുടങ്ങി. പാവപ്പെട്ട ഫിഷർ വർക്കേഴ്സിന് നെറ്റ് വാങ്ങുവാനും ഒക്കെ ആയിട്ട് ലോണൊക്കെ കൊടുക്കുവാനായിട്ട് തുടങ്ങി. ഇങ്ങനെ ഇത്രയും ഫിഷ് വർക്കേഴ്സിന് നല്ല രീതിയിലുള്ളൊരു ജീവിതം കൊടുത്തത് ഈ ഓർഗനൈസേഷനാണ്. എവിടെയാണെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ് എന്ന് മനസ്സിലായി. ഓക്കെ,
ഇനി അതുപോലെ തന്നെ കുറേ ആൾക്കാർ ഇൻഇക്വാളിറ്റി ഉണ്ടായിരിക്കുകയാണെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രസംഗമൊക്കെ നടത്തുകയും അതുപോലെ തന്നെ ഇൻഇക്വാളിറ്റിക്കെതിരായി പോരാടാനായിട്ട് ഒക്കെ ആളുകൾ തുടങ്ങി. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിങ് ഡോക്യുമെൻ്റ്, ദ foundation of all movement for justice and the inspirations for all the poetry and songs on equality is the recognition that all people are equal. As you know, the Indian Constitution recognizes the equality of all persons. Movement and struggles for equality in India continuously refer to the Indian Constitution to make their point about equality and justice for all. The fish workers in the Tawa Masjid Sangh hope that the provisions of the constitutions will become a reality through their participation in this movement. ഓക്കെ, അപ്പം ഈക്വാളിറ്റി എന്ന് പറയുന്ന കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഇൻസ്പിറേഷനാണ് ഈ പോയമും സോങ്ങും ഒക്കെ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവരെയും ഈക്വലായിട്ടാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. എന്തെങ്കിലും സ്ട്രഗിൾസോ മൂവ്മെൻറ്റോ ഒക്കെ ഇൻഇക്വാളിറ്റിക്ക് എതിരായിട്ട് നടക്കുകയാണെങ്കിൽ അതൊക്കെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ തവ മസ്ജിദിലെ ഫിഷ് വർക്കേഴ്സ് അവരുടെ റൈറ്റിന് വേണ്ടി പോരാടിയിരുന്ന ടൈമിൽ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രൊവിഷൻസൊക്കെ റിയാലിറ്റി ആവുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ യാഥാർത്ഥ്യമാവുകയാണ് ചെയ്തത് എന്നാണ് അവർ വിചാരിക്കുന്നത്. ഓക്കെ, by constantly referring to the constitution, they use it as a living document, something that has real meaning in our lives. In a democracy, there are always communities and individuals trying to expand the idea of democracy and push for a greater recognition of equality and existing as well as their issues. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെ പറഞ്ഞിരിക്കുന്നതാണ് ഈക്വാളിറ്റിക്ക് വേണ്ടി പോരാടുമ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ലിവിങ് ഡോക്യുമെൻ്റ് ആയിട്ടാണ് മാറുന്നത്. നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ എന്തൊക്കെയോ മീനിങ് ഉള്ളതായി മാറുകയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു ഡെമോക്രസി തീർച്ചയായിട്ടും ഈക്വാളിറ്റി കൊണ്ടുവന്ന് പുതിയ പുതിയ ഇഷ്യൂസൊക്കെ ഉണ്ടാവാതെ നോക്കുകയാണ് ചെയ്യുന്നത്. ഇഷ്യൂസ് ഓഫ് ഈക്വാളിറ്റി ആർ സെൻട്രൽ ടു എ ഡെമോക്രസി. In this book, we have tried to highlight issues that pose a challenge to this idea of equality in a democracy. These, as you have read, include the privatization of health services in the country, the increasing control that business houses exert on the media, the low value give to women and their work, and a low earning made by small farmers who grow cotton. ഓക്കെ, അപ്പോൾ ഡെമോക്രസിയുടെ മെയിനായിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത് ഈക്വാളിറ്റി ആണല്ലേ. അപ്പോൾ ഈക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യം ജനാധിപത്യ ഗവൺമെൻറ് ആണെന്ന് പറയുവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡെമോക്രസിയുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് ഈക്വാളിറ്റിക്ക്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ ധാരാളം ഇഷ്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലേ. ഇൻഇക്വാളിറ്റി ഉണ്ടായത് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്ന എന്താണ്, ഈക്വാളിറ്റിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുകയാണെങ്കിൽ അത് ഡെമോക്രസിക്ക് ഒരു വെല്ലുവിളിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പം ദീസ് ഇഷ്യൂസ് സബ്സ്റ്റൻഷ്യലി അഫക്റ്റ് പുവർ ആൻഡ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ദെയർഫോർ കൺസേൺ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഈക്വാളിറ്റി ഇൻ ദി ഡെമോക്രസി ഇൻ ദ കൺട്രി. അപ്പം നമ്മൾ ഒരുപാട് ഇഷ്യൂസൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഇഷ്യൂസൊക്കെ മെയിനായിട്ടും ഫേസ് ചെയ്യുന്നത് പാവപ്പെട്ടവരും ആദിവാസികളുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഈക്വാളിറ്റിയാണ് നമ്മുടെ കൺട്രിയിൽ നിലനിൽക്കേണ്ടത്. ഓക്കെ, this is the core of the struggle for equality in a democracy. The dignity and self-respect of each person and their community can only be realized if they have adequate resources to support and nurture their families and if they are not discriminated against. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് സെൽഫ് റെസ്പെക്റ്റ് ലഭിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യമുണ്ടായിരിക്കണം? അവർക്ക് ആവശ്യമുള്ള റെസ്പെക്റ്റൊക്കെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതെ ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്ര നിങ്ങൾ നന്നായിട്ട് വായിച്ച് നോക്കുക.